നെക്സ്റ്റ് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ചാപ്റ്ററിലേക്ക് വരാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ആളെന്ന് പറയുന്നത് പൈസ കിട്ടേണ്ട ആളും ഒരാൾ പൈസ കൊടുക്കേണ്ട ആളും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ പൈസ കിട്ടേണ്ട ആൾക്ക് പൈസ കൊടുക്കുന്ന ആൾ ഒരു രേഖ എഴുതി തയ്യാറാക്കി കൊടുക്കും. ഓക്കെ, ഇപ്പോൾ ഇയാൾക്ക് പൈസ കിട്ടണം, ഇയാൾ പൈസ കൊടുക്കണം. അപ്പോൾ ഇയാളുടെ ഈ പൈസ ഇല്ല. ഈ പൈസ ഇല്ലാത്ത കേസിൽ ഇയാൾ ഒരു ബില്ല് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് ഇയാൾക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഈ ഒരു രേഖയാണ് നമ്മളുടെ ബില്ലെന്ന് പറയുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്. അപ്പോൾ അങ്ങനെ ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നോക്കാം. അതിൻ്റെ മീനിങ് നോക്കിക്കേ. അക്കോർഡിംഗ് ടു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്, ഇവിടെ തൊട്ട് എഴുതുക, ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കിയ ഒരു രേഖയാണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, അതിനകത്ത് കണ്ടീഷനൊന്നും വരാൻ പാടില്ല. ഒരു ബില്ല് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് കണ്ടീഷൻസ് ഒന്നും വെക്കാൻ പാടില്ല. സൈൻഡ് ബൈ ദ മേക്കർ, ആരാണോ അത് എഴുതിയത് അയാൾ അതിനകത്ത് സൈൻ ചെയ്യും. സാധാരണ കാശ് കിട്ടേണ്ടത് ആർക്കാണോ അയാളാണ് അത് എഴുതി തയ്യാറാക്കുന്നത്, അയാൾക്കല്ല പൈസയുടെ ആവശ്യം. അപ്പോൾ അയാൾ തന്നെ അതിന് മുൻകൈ എടുത്ത് എല്ലാ രേഖകളും തയ്യാറാക്കുകയാണ് ചെയ്യുക. ഡയറക്റ്റിംഗ് എ സർട്ടൻ പേഴ്സൺ ടു പേ സർട്ടൻ സം ഓഫ് മണി, ഒരാളെ ഡയറക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഓർ ടു ദ ഓർഡർ ഓഫ് എ സർട്ടൻ പേഴ്സൺ, ഒന്നെങ്കിൽ അയാൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അയാളുടെ ഓർഡർ പ്രകാരം മറ്റാർക്കെങ്കിലും പൈസ കൊടുക്കണമെന്നാണ് ഇതിനകത്ത് പറയുക. ഓർ ടു ദ ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻ്റ് ആരുടെ കൈവശം ഇരിക്കുന്നു അയാൾക്ക് പൈസ ഈ ഒരു ഇത്രയും സർട്ടൻ ടൈമിനുള്ളിൽ കൊടുക്കണം എന്ന് പറയുന്ന ഒരു രേഖയാണ് എന്തെന്ന് പറയുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ചില ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് എന്ന് പറയണമെങ്കിൽ, ഇതൊരു ബില്ലാണ് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ചില പ്രത്യേകതകളുണ്ടാകും. ഒരു ബില്ലാണെങ്കിൽ മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, അത് എഴുതി തന്നെ തയ്യാറാക്കിയതായിരിക്കണം, അങ്ങനെയാണെങ്കിൽ അത് ബില്ലാണ്. ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ്, അതിനകത്ത് ഒരു ഓർഡർ ഉണ്ടായിരിക്കണം, പേയ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടായിരിക്കണം. ദ ഓർഡർ മേക്ക് ദ പേയ്മെൻറ്റ് ഈസ് അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം, അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകുന്ന കണ്ടീഷൻസ് ഒന്നും വെക്കാൻ പാടില്ല. ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി സൈൻ, ആരാണോ അത് എഴുതി തയ്യാറാക്കിയത് അയാൾ അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടാകണം. ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ മസ്റ്റ് ബി സർട്ടൻ, അതായത് പേയ്മെൻറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം, അതുപോലെ അതിനകത്ത് ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. മസ്റ്റ് ബി പേയബിൾ ടു എ സർട്ടൻ പേഴ്സൺ, ഇന്ന ആൾക്കാണ് പൈസ കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം. ദ എമൗണ്ട് മെൻഷൻഡ് ഇൻ ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ എയ്തർ ഓൺ ദ ഡിമാൻഡ് ഓർ ബൈ ദ എക്സ്പയറി ഓഫ് ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം, ഒന്നെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര ഫിക്സഡ് പീരീഡിനുള്ളിൽ പൈസ കൊടുക്കാമെന്നിട്ടുള്ളതായിരിക്കും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകുക. ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്, നമ്മുടെ ലോ പ്രകാരം എത്ര രൂപയുടെ സ്റ്റാമ്പാണോ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒട്ടിക്കേണ്ടത് ആ സ്റ്റാമ്പ് അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ടാകണം. ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകതകൾ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് കണ്ട, അമിത് സോൾഡ് ഗുഡ്സ് ടു രോഹിത്. അപ്പോൾ അമിത് എന്ന് പറയുന്ന ആൾ സോൾഡ് ഗുഡ്സ് വിറ്റു, രോഹിത്തിന് വിറ്റു. അപ്പോൾ പൈസ കിട്ടേണ്ടത് അമിത്തിനാണ്, പൈസ കൊടുക്കേണ്ടത് രോഹിത് അമിത്തിന് കൊടുക്കണം. ക്രെഡിറ്റ് ഫോർ 10,000 റുപ്പീസിൻ്റെ സാധനം ക്രെഡിറ്റ് കടത്തിനാണ് കൊടുത്തത്. അപ്പോൾ ഫോർ 3 months 3 മാസം കടത്തിനാണ് കൊടുത്തേക്കുന്നത്. ടു എൻഷുർ പേയ്മെൻറ്റ് ഓൺ ഡ്യൂ ഡേറ്റ് അമിത് ഡ്രോസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അപ്പോൾ അങ്ങനെ വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരല്ലോ 10,000 രൂപ കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അമിത് ഒരു ബില്ല് എഴുതി തയ്യാറാക്കി ഉണ്ട്. അപ്പോൾ രോഹിത് ഫോർ 10,000 പേയബിൾ ആഫ്റ്റർ 3 months, രോഹിത് 3 മാസം കഴിഞ്ഞ് 10,000 രൂപ തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു രേഖ അമിത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ബിഫോർ ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ രോഹിത് ഇറ്റ് വിൽ ബി കോൾഡ് ഡ്രാഫ്റ്റ്. അപ്പോൾ അത് എഴുതി തയ്യാറാക്കിയത് അമിത് അല്ലേ. അപ്പോൾ അമിത് ഇത് രോഹിത്തിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കുന്നത് വരെ അതൊരു ഡ്രാഫ്റ്റ് മാത്രമാണ്. രോഹിത് എപ്പോഴാണോ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് രോഹിത് അല്ല അത് എഴുതിയത്, പൈസ കൊടുക്കേണ്ട ആളല്ല എഴുതിയിരിക്കുന്നത്, പൈസ കിട്ടേണ്ട ആളാണ് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതെപ്പോഴാണ് രോഹിത് അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ബിക്കം എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറും. ഓൺലി വെൻ രോഹിത് റൈറ്റ്സ് ദ വേർഡ് അക്സെപ്റ്റഡ് ഓൺ ഇറ്റ് ആൻഡ് append his signature there to communicate his acceptance. അപ്പോൾ അത് രോഹിത് അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, രോഹിത് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പൊക്കത്ത് അക്സെപ്റ്റഡ് എന്ന ഒരു വാക്ക് എഴുതിയിട്ട് അതിനകത്ത് സൈൻ ചെയ്യും. ഇപ്പോൾ അത് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് അമിതാണ്, അമിത് അതിനകത്ത് ഒപ്പിട്ടിട്ടും ഉണ്ടാകും, എഴുതിയത് ആരാണോ അയാൾ സൈൻഡ് ബൈ ദ മേക്കർ സൈൻ ചെയ്യണം. പക്ഷേ അത് അപ്പോൾ അത് ഡ്രാഫ്റ്റ് മാത്രമേ ആകുന്നുള്ളൂ. അത് രോഹിത് അതിനകത്ത് അക്സെപ്റ്റഡ് എന്ന് എഴുതി സൈൻ ചെയ്യുമ്പോഴാണ് അതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന പാർട്ടീസ്, അപ്പോൾ ഡ്രോയർ ഉണ്ടാകും, അതായത് ആരാണോ ഈ ബില്ല് എഴുതി തയ്യാറാക്കിയത് അയാളാണ് ഡ്രോയർ എന്ന് പറയുക. അത് സെല്ലറായിരിക്കും, ഗുഡ്സ് വിറ്റ ആൾ, ആർക്കാണോ പണം ആവശ്യം അയാളായിരിക്കും ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ ഡ്രോയർ. ഡ്രോയി എന്ന് പറയുന്നത്
whom the bill of exchange is drawn. ആരുടെ പേരിലാണോ നമ്മളിത് എഴുതി തയ്യാറാക്കിയത്, സാധാരണ അത് പർച്ചേസർ, അതായത് പൈസ തരേണ്ട ആളാരാണോ അയാളുടെ പേരിലായിരിക്കും നമ്മൾ എന്ത് തയ്യാറാക്കിയിട്ടുണ്ടാകുക, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കിയിട്ടുണ്ടാകുക. അപ്പോൾ അയാളെയാണ് ഡ്രോയി എന്ന് വിളിക്കുക. പേയ് എന്ന് പറയുന്ന അവസാനം ആർക്കാണോ ടു ഹൂം ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, ആർക്കാണോ പൈസ കിട്ടുന്ന അയാളാണ് പേയ്. സാധാരണ ആരായിരിക്കും പേയ് ആയിട്ട് അപ്പോൾ ഈ ഡ്രോയർ തന്നെയാണ് പേയ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ ഈ ഡ്രോയർ പറഞ്ഞു വിടുന്ന വേറെ ഏതെങ്കിലും ദൂതനാണ് പൈസ മേടിക്കുന്നതെങ്കിൽ അയാളായിരിക്കും അവിടെ പേയ് ആയിട്ട് വരിക. അതാണ് 3 പേര് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് ഉള്ളത്. ഇനി പ്രൊമിസറി നോട്ട് ചോദിക്കാം. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചോദിക്കാം. അപ്പോൾ അതും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 പറയുന്നത് ഈ പ്രൊമിസറി നോട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ഇത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, ഇൻ റൈറ്റിംഗ് എഴുതി തയ്യാറാക്കിയ ഇൻസ്ട്രുമെൻറ്റ് തന്നെ. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, ഇതിനകത്ത് അൺകണ്ടീഷണൽ ഓർഡർ തന്നെയാണ്, ഇതിനകത്ത് കണ്ടീഷൻസ് ഒന്നും വയ്ക്കാൻ പാടില്ല. അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദ മേക്കർ തന്നെ ഇതിനകത്ത് സൈൻ ചെയ്യണം. ടു പേ സർട്ടൻ സം ഓഫ് മണി ഓൺലി ഓർ ടു ദ ഓർഡർ ഓഫ് സർട്ടൻ പേഴ്സൺ. മറ്റേതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ അയാളുടെ ഓർഡർ പ്രകാരം മറ്റേ ആൾക്ക് കൊടുത്തേക്കാം. ഓർ ടു ദ ബിയർ ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് ആരുടെ കയ്യിലാണോ അയാൾക്ക് പൈസ കൊടുക്കുക എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. പ്രൊമിസറി നോട്ട് എന്ന് പറയുമ്പോൾ ബാങ്ക് നോട്ടും കറൻസി നോട്ടും ഒന്നും പ്രൊമിസറി നോട്ടിൽ പെടുന്നതല്ല. ഇത് അല്ലാണ്ട് തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡറാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കേ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ് പോലെ തന്നെ ഇത് എഴുതി തയ്യാറാക്കണം, അൺകണ്ടീഷണൽ ഓർഡർ ആയിരിക്കണം, സം പേയബിൾ എത്ര രൂപ കൊടുക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകണം, മേക്കർ അതിനകത്ത് സൈൻ ചെയ്യണം, മേക്കർ മസ്റ്റ് സൈൻ ഇറ്റ്. അതായത് ഇത് തന്നെയാണ്, മേക്കർ അതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ടാകണം. മറ്റതിനകത്ത് മേക്കർ സൈൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനും പ്രൊമിസറി നോട്ടിലും മേക്കർ സൈൻ ചെയ്യണം. മസ്റ്റ് ബി പേയബിൾ ടു എ സർട്ടൻ പേഴ്സൺ, ഒരു ആൾ ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഓർഡർ തന്നെയാണ് എന്ത് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്ഡ്, ഇതിനകത്തും സ്റ്റാമ്പ് ചെയ്തിട്ട് ഉണ്ടാകണം. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. പിന്നെ ഇതിനകത്ത് വരുന്ന പാർട്ടീസ് എന്ന് പറയുന്നത് മേക്കറും ഡ്രോയറും, അല്ലെങ്കിൽ ഡ്രോയിയും പേയും ആണ് വരുന്നത്. മേക്കർ ഡ്രോയർ എന്ന് പറയുന്നത് ആരാണോ ഇത് എഴുതി തയ്യാറാക്കുന്ന അയാളാണ് അതിൻ്റെ മേക്കർ അല്ലെങ്കിൽ ഡ്രോയർ എന്ന് പറയുന്നത്. പേയ് അല്ലെങ്കിൽ ഡ്രോയി എന്ന് പറയുന്ന ആരാണ്, പൈസ ആർക്കാണോ കിട്ടുന്നത് അയാളാണ് അതിനകത്തെ ഡ്രോയി. ഡ്രോയി തന്നെയായിരിക്കും ഇവിടെ പേയ് ആയിട്ട് വരുന്നത്. അപ്പോൾ നോക്കിക്കോളാം. ഇനി ഡിഫറൻസ് നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രൊമിസറി നോട്ടും നമ്മുടെ ഡിഫറൻസ് നോക്കിയേ. ആദ്യം ഡ്രോയർ, ആരാണ് ഇത് എഴുതുന്നതെന്നാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത് ആരാണ്, ക്രെഡിറ്ററാണ്. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ. അതായത് നമ്മളുടെ സാധനം നമ്മൾ ആരിൽ നിന്നാണോ മേടിച്ചിരിക്കുന്നത് അയാളാണ് അത് എഴുതുക. അതായത് പൈസ കിട്ടേണ്ട ആളാണ് ആരെഴുതുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ദ ഡെപ്റ്റർ. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് അങ്ങനെയല്ല, പൈസ കൊടുക്കുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്, പ്രൊമിസറി നോട്ട് എഴുതുന്നതെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പൈസ കിട്ടേണ്ട ആളാണ്. അപ്പോൾ ഇത് ക്രെഡിറ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എഴുതി തയ്യാറാക്കുന്നത്, ഡെപ്റ്ററാണ് പ്രൊമിസറി നോട്ട് എഴുതി തയ്യാറാക്കുന്നത്. ഓക്കെ. ഓർഡർ ഓർ പ്രോമിസ് ആൻഡ് പാർട്ടീസിനകത്ത് വരുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഓർഡർ ടു മേക്ക് ദ പേയ്മെൻറ്റ്. ദർ ആർ 3 പേഴ്സൺസ് ആണ് വരുന്നത്, ഡ്രോയർ, ഡ്രോയി, പേയ്. ഇങ്ങനത്തെ ഒരു ഓർഡറാണ്, പൈസ കൊടുക്കാനുള്ളൊരു ഓർഡറാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോമിസാണ് എന്ത്, മേക്ക് പേയ്മെൻറ്റ് തരാമെന്നുള്ളൊരു പ്രോമിസാണ് പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓൺലി 2 പാർട്ടീസാണ് വരുന്നത്, ഡ്രോയറും പേയ് അല്ലെങ്കിൽ ഡ്രോയി ആണ് ഇവിടെ വരുന്നത്, പ്രൊമിസറി നോട്ടിനകത്ത് വരുന്നത്. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയി ഓർ സംവൺ എൽസ് ഓൺ ഹിസ് ബിഹാഫ്. ഇവിടെ അക്സെപ്റ്റൻസ് ആവശ്യമാണ്, ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം അല്ലേ. മറ്റേ ആൾ പൈസ തരാനുള്ള ആൾ അത് മേടിച്ച് നോക്കിയിട്ട് അതിനകത്ത് അക്സെപ്റ്റഡ് എന്ന് എഴുതി ഒപ്പിട്ട് തന്നാൽ മാത്രമേ അത് അക്സെപ്റ്റൻസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് അക്സെപ്റ്റൻസ് ആകുള്ളൂ. ഇവിടെ ഡസ് നോട്ട് റിക്വയർ എനി അക്സെപ്റ്റൻസ്. ഇവിടെ അക്സെപ്റ്റൻസിന് ആവശ്യമില്ല, കാരണം പൈസ കൊടുക്കുന്ന ആൾ തന്നെയാണ് എന്ത്, നമ്മളുടെ ഇത് പ്രൊമിസറി നോട്ട് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന ആൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അയാളത് കൊടുത്താൽ മതി. പേയ് എന്ന് പറയുന്ന ഡ്രോയർ ആൻഡ് പേയ് മേ ബി ദ സെയിം പാർട്ടി. ഇവിടെ ഡ്രോയറും പേയും ഒരാളായിട്ട് വരാം. ഇവിടെ ഡ്രോയർ കനോട്ട് ബി ദ പേയ്, ഡ്രോയറും പേയും ഒന്നായിരിക്കില്ല. ഇവിടെ ഡ്രോയും പേയും ആണ് ഒന്നാകുക, ഇവിടെ ഡ്രോയറും പേയും ഒന്നാകാം. അതായത് എഴുതുന്ന ആൾ തന്നെയാണ് എന്ത്, പൈസ കിട്ടുന്ന ആളും എഴുതുന്ന ആളും ഒന്ന് തന്നെയാണ്. ഇവിടെ പൈസ എഴുതുന്ന ആളും പൈസ കിട്ടുന്ന ആളും ഒന്നല്ല, രണ്ടും രണ്ടാണ്. പൈസ കൊടുക്കുന്ന ആളാണിത് എഴുതുന്നത്, ഇവിടെ പൈസ കിട്ടുന്ന ആളാണ് എഴുതുന്നത്. ഓക്കെ.
നോട്ടീസ് എന്ന് പറയുന്നത് ഇൻ കേസ് ഓഫ് ഇറ്റ്സ് ഡിസോണർ ഡ്യൂ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗിവൺ ബൈ ദ ഹോൾഡർ ഓഫ് ദി ഡ്രോയർ. അതായത് ഈ ബില്ല് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗിവൺ ബൈ ദ ഹോൾഡർ ഓഫ് ദ ഡ്രോയർ. അതായത് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ ആ നോട്ടീസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇപ്പോൾ ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് അയാൾ ആ തന്ന ആൾക്ക് ഈ ഒരു ഡിസോണർ നോട്ടീസ് അയക്കും. നോ നോട്ടീസ് നീഡ്സ് ടു ബി ഗിവൺ ഇൻ കേസ് ഓഫ് ഡിസോണർ. ഇവിടെ നമുക്ക് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താവശ്യമില്ല, നമുക്ക് അയാൾക്ക് ഡിസോണർ നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കും. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ്ങിലേക്കാണ് പോകേണ്ടത്. ഇതിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഇതിന് ഒരു 4 രീതികളിൽ നമുക്ക് കിട്ടുന്ന ബില്ലിനെ ഉപയോഗിക്കാം. ഒന്നെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ് വരെ അത് കയ്യിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ ഡിസ്കൗണ്ട് ദ ബില്ല്. അത് നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്ന് പറഞ്ഞാണ് നമുക്കൊരാൾ ബില്ല് തന്നിരിക്കുന്നതെങ്കിൽ 3 മാസം വരെ നമുക്കത് കൈ വെച്ചുകൊണ്ടിരിക്കാം. അതാണ് മെച്യൂരിറ്റി ബില്ല് വരെ ഡേറ്റ് വരെ നമ്മൾ കൈ വെച്ചുകൊണ്ടിരിക്കാം. ഇനിയിപ്പോൾ അതുവരെ കൈ വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല, നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ബില്ല് കിട്ടിയത് ആരാണോ അയാൾക്ക് എന്ത് ചെയ്യാം, അയാളുടെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് ഇതെൻ്റെ ബില്ലാണ്, ഇതെനിക്കൊന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ പറയാം. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യും, അതിനൊരു ചാർജ് പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് തരും. ഇപ്പോൾ 20,000 രൂപയുടെ ബില്ലാണെങ്കിൽ ബാങ്ക് ഒരു 19,000 നമുക്ക് തരുള്ളൂ. 1,000 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് എടുക്കും. എന്നിട്ട് 3 മാസം കഴിയുമ്പോൾ മറ്റേ ആൾ പൈസ തരുമ്പോൾ 20,000 രൂപയും ബാങ്ക് അങ്ങ് എടുക്കും. നമുക്ക് കിട്ടിയത് 19,000 രൂപ. അതാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ ബില്ല് എൻഡോസ് ചെയ്യാം. നമുക്കൊരു ബില്ല് കിട്ടി, ആ ബില്ല് നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾക്ക് ആരെങ്കിലും പൈസ തരാനുള്ള ആളാണ് പൈസയ്ക്ക് വരും ബില്ല് തന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ കടക്കാരൻ വേറൊരു കടക്കാരൻ നമ്മളോട് ചോദിക്കുകയാണ്, നീ തരാനുള്ള പൈസ താന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിരിക്കുന്ന ഈ ബില്ല് എടുത്ത് കൊടുക്കാം. ബില്ല് ക്യാഷിന് തുല്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതിനാണ് എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബില്ല് എന്ന് പറയാം. അപ്പോൾ ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യം നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് വരെ റീറ്റെയിൻ ചെയ്യുകയാണ് ഈ ബില്ല്, റിട്ടേൺ ബൈ ദ റിസീവർ. മെച്യൂരിറ്റി ഡേറ്റിൽ അയാൾ അത് ബാങ്കിൽ കൊടുത്ത് ഡിസ്കൗണ്ടും ചെയ്തിട്ടില്ല, അയാൾ വേറൊരാൾക്ക് കൊടുത്തിട്ടുമില്ല. അങ്ങനെയുള്ള കേസിലാണ് മെച്യൂരിറ്റി വരെ അയാൾ തന്നെ കയ്യിലത് സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ 2 ജേർണൽ എൻട്രിയാണ് നമ്മൾ മര്യാദക്ക് പഠിച്ച് വെക്കേണ്ടത് കേട്ടോ. ബില്ല് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യണം. ഇതാണ് നമ്മുടെ കോമൺ ജേർണൽ എൻട്രി. ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്തിയാണ് മറ്റ് കേസുകളിൽ ജേർണൽ എൻട്രി ആക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ജേർണൽ എൻട്രീസ് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. ബില്ല് കിട്ടുമ്പോൾ എഴുതുന്ന ജേർണൽ എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ ടു ഡെപ്റ്റർ. അതായത് ആരാണോ പൈസ തന്ന അയാളുടെ പേര് വേണം എഴുതാനായിട്ട് ഇവിടെ. ഇപ്പോൾ അമിതാണ് നമുക്ക് പൈസ ബില്ല് തരുന്നതെങ്കിൽ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ ടു അമിത് എന്ന് കൊടുക്കാം. ഇനി മെച്യൂരിറ്റി ഡേറ്റിൽ നമുക്ക് പൈസ കിട്ടുമ്പോഴുള്ള ജേർണൽ എൻട്രി ക്യാഷ് ഓർ ബാങ്ക്, ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്, ബാങ്ക് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ അക്കൗണ്ട്. ഈ മുകളിൽ കിടക്കുന്ന ബിൽ റിസീവബിളിനെ താഴത്തേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പം മുകളിൽ വരുന്ന ഐറ്റംസ് ആണ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, ക്യാഷ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ 2 ജേർണൽ എൻട്രി കാണാതെ പഠിക്കണം. ബില്ല് കിട്ടുമ്പോഴുള്ള ജേർണൽ എൻട്രി ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ് ടു ഡെപ്റ്റേഴ്സ്, ക്യാഷ് കിട്ടുമ്പോഴുള്ള ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ. ഇനി നമ്മൾ അത് കളക്ഷന് കൊടുക്കണം. ആ ബില്ല് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുന്നില്ല, പക്ഷേ കളക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ബില്ല് കിട്ടിയോ ചെക്ക് കിട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുത്തിട്ട് പറയാം, ഇത് കളക്ട് ചെയ്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാൻ പറയാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ജേർണൽ എൻട്രി പറയുന്നത് ആദ്യത്തെ ജേർണൽ എൻട്രി ഇത് തന്നെ, ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ് ഡെപ്റ്റേഴ്സ് വരും. രണ്ടാമത്തെ ഈ ജേർണൽ എൻട്രി മാറും, നമുക്ക് ക്യാഷ് അല്ല കിട്ടുന്നത്, ബിൽ ഫോർ കളക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ എന്നാക്കണം. ഈ മുകളിൽ കിടക്കുന്ന ബിൽ റിസീവബിൾ തന്നെയാണ് താഴത്ത് വരുന്നത്. ഇവിടെ ക്യാഷിന് പകരം ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴായിരിക്കും നമുക്ക് കാശ് കിട്ടുക. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്ന ജേർണൽ എൻട്രി എഴുതാം, ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ 2 ജേർണൽ എൻട്രി എഴുതിയാൽ മതി. ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ് ടു ഡെപ്റ്റേഴ്സ്, ക്യാഷ് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ. ഇനി നമ്മൾ ബില്ല് കളക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ജേർണൽ എൻട്രി ആദ്യം ഇത് എഴുതണം, ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ് ടു ഡെപ്റ്റേഴ്സ്. രണ്ടാമത്തെ ജേർണൽ എൻട്രി ഇതാക്കണം, ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ. 3 ജേർണൽ എൻട്രി വരും അതിനകത്ത്, ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ സെൻറ്റ് ഫോർ കളക്ഷൻ. അപ്പോൾ ഇതാണ് 2 കാര്യങ്ങൾ. ഇനി മൂന്നാമത്തെ കാര്യങ്ങൾ, ബില്ല് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ പഠിച്ചത് ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നതും ബില്ല് കളക്ഷൻ കൊടുക്കുന്നത്, നമ്മുടെ ആ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബില്ല് കളക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് 2 കേസ്. മൂന്നാമത്തെ കേസാണ് നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജേർണൽ എൻട്രി സാധാ ജേർണൽ എൻട്രി പോലെ തന്നെ ബിൽ റിസീവബിൾ അക്കൗണ്ട് ഡേറ്റ് ടു ഡെപ്റ്റേഴ്സ് കൊടുക്കുക. അടുത്ത ജേർണൽ എൻട്രി നമുക്ക് മാറും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ, കണ്ട ഒരു ഡിസ്കൗണ്ട് കൂടെ ഇടയ്ക്ക് കയറി വരും. ബാങ്ക് അക്കൗണ്ട് ഡേറ്റ് ടു ബിൽ റിസീവബിൾ തന്നെ ഇവിടെ വന്ന ഇതേ ജേർണൽ എൻട്രി തന്നെയാണ് വരുന്നത്. കണ്ട
ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു ബിൽ റിസീവബിൾ. ഒരു ഡെബിറ്റ് കൂടെ കയറി വരും ഇടയ്ക്ക്, അതാണ് ഡിസ്കൗണ്ട്. നമ്മൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്തതല്ലേ, അപ്പോൾ ഡിസ്കൗണ്ട് കൂടെ കയറും. ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ടു ബിൽ റിസീവബിൾ എന്നാകും നമ്മുടെ ജേണൽ എൻട്രി. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ഇത് കാണാതെ പഠിക്കുക. ബിൽ റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു ഡെപ്റ്റേഴ്സ്, ബാങ്ക് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റ് ബിൽ റിസീവബിൾ. ഓക്കെ. ഇനി ഇതാണ് നമ്മൾ സാധാരണ നമ്മുടെ ബുക്കിൽ എഴുതുന്നത്. അതായത് ബില്ല് കിട്ടിയ ആൾ എഴുതുന്നതാണ് ഇങ്ങനെ. ഇനി ബില്ല് കൊടുത്ത ആളും എഴുതും ഇതുപോലെ ജേണൽ എൻട്രി. അപ്പോൾ ഒരു മെച്യൂരിറ്റി ഡേറ്റ് വരെ കയ്യിൽ സൂക്ഷിക്കുക. മെച്യൂരിറ്റി ഡേറ്റിലാണ് അയാൾ പൈസ കൊടുക്കുക. അപ്പോൾ അയാളുടെ ജേണൽ എൻട്രിയിൽ എങ്ങനെ വരും? ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി ആയിരിക്കും അയാൾ എഴുതുക. ഇപ്പോൾ ഇയാൾ ബിൽ റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു ഡെപ്റ്റേഴ്സ് എന്ന് എഴുതിയെങ്കിൽ അയാൾ എന്ത് എഴുതും? ബിൽ റിസീവബിളിന് പകരം ബിൽ പേയബിൾ എന്ന് എഴുതും, ഡെപ്റ്ററിന് പകരം ക്രെഡിറ്റർ. അതായത് ആരാണോ പൈസ, ആർക്കാണോ നമ്മൾ ആ ബില്ല് കൊടുത്ത അയാളുടെ പേരായിരിക്കും എഴുതുക. അപ്പോൾ ബിൽ റിസീവബിൾ ഇവിടെ ഡെബിറ്റിലാണെങ്കിൽ ബിൽ പേയബിൾ ക്രെഡിറ്റിലാണ്, താഴെയാണ് വരിക. രണ്ട് ഓപ്പോസിറ്റാണ്. അപ്പോൾ ജേണൽ എൻട്രി തിരിഞ്ഞു വരും. അതുപോലെ തന്നെ ബിൽ റിസീവബിളിന് ബിൽ പേയബിളും വരും. അതുപോലെ ഇത് തിരിഞ്ഞും വരും ജേണൽ എൻട്രി. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബിൽ പേയബിൾ എന്നാണ് വരിക. കണ്ട, ഇവിടെ നമ്മൾ ഇൻ ദ ബുക്സ് ഓഫ് അക്സെപ്റ്റർ ആകുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബിൽ പേയബിൾ എന്നാകും. മെച്യൂരിറ്റി ഡേറ്റിൽ അയാൾ പൈസ കൊടുക്കുമ്പോൾ കണ്ട ബിൽ പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. നേരത്തെ നമ്മൾ മുകളിൽ കിടന്നാലേ താഴത്തേക്ക് മാറ്റുക, ഇവിടെ താഴെ കിടന്നത് മുകളിലേക്ക് മാറും. ബിൽ പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കുക. നമ്മുടെ ക്രെഡിറ്ററുടെ ബുക്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്ററുടെ ബുക്കിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബിൽ പേയബിൾ, ബിൽ പേയബിൾ അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. മെച്യൂരിറ്റി ഡേറ്റിൽ പൈസ കൊടുക്കുന്നത്. കണ്ട, ഇതിങ്ങനെ ഒരു രണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അക്സെപ്റ്ററുടെ ബുക്കും ക്രെഡിറ്ററുടെ ബുക്കും. കണ്ട, ആദ്യത്തെ ജേണൽ എൻട്രി സെയിൽ നടക്കുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് പറയുന്നത്. ഇത് സാധാരണ നമുക്ക് തരാറില്ല. നമുക്ക് സെയിൽ തൊട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജേണൽ എൻട്രി ആദ്യം എഴുതണം. ആദ്യം നമുക്ക് ഒരു ക്രെഡിറ്ററുടെ ബുക്ക് എഴുതാം. ഉണ്ട്, മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം. ഇത് പഠിച്ചാൽ മതി കേട്ടോ, ഇത് കുറച്ചും കൂടെ എളുപ്പമാണ്. മെച്യൂരിറ്റി ഡേറ്റ് വരെ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുമ്പോൾ ജേണൽ എൻട്രി ആദ്യം നമ്മൾ ക്രെഡിറ്ററുടെ ബുക്ക് അല്ലെങ്കിൽ ഡ്രോയറുടെ ബുക്ക് തയ്യാറാക്കുക. അതിനകത്ത് എഴുതേണ്ട ജേണൽ എൻട്രി നമ്മൾ സെയിൽ നടക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജേണൽ എൻട്രിയാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് എഴുതേണ്ടത്. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. രണ്ടാമത്തെ ജേണൽ എൻട്രി ഇതാണ്, ബിൽ റിസീവബിൾ അക്കൗണ്ട് അറ്റ് ടു ഡെപ്റ്റേഴ്സ്. മൂന്നാമത്തെ ജേണൽ എൻട്രി ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബിൽ റിസീവബിൾ. ഇതാണ് നമ്മൾ ഡെപ്റ്ററിൻ്റെ ബുക്കിൽ എഴുതുന്ന ജേണൽ എൻട്രി. ഇതുപോലെ തന്നെ ക്രെഡിറ്ററുടെ ബുക്കിൽ, അതായത് ബില്ല് കൊടുത്ത ആളും അയാളുടെ ബുക്കിൽ എഴുതും. ഡെപ്റ്ററിന് പകരം ക്രെഡിറ്റർ വരും. കണ്ട, ഡെപ്റ്റർ മുകളിലാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റർ താഴെ വരും. സെയിൽസിന് പകരം പർച്ചേസ് വരും. സെയിൽസ് താഴെയാണെങ്കിൽ പർച്ചേസ് മുകളിൽ വരും. അപ്പോൾ അങ്ങനെ ടെക്നിക്കലി നമുക്ക് ആലോചിച്ച് എഴുതാം. ഇല്ലെങ്കിൽ ഇത് കാണാതെ പഠിക്കുക. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ക്രെഡിറ്റർ. അടുത്തത് ഇവിടെ ഡെപ്റ്ററും ബിൽ റിസീവബിളും ആണെങ്കിൽ ഇവിടെ ബിൽ പേയബിളും ക്രെഡിറ്ററും ആയിരിക്കും. കണ്ടോ, ക്രെഡിറ്റർ അക്കൗണ്ട് അറ്റ് ടു ബിൽ പേയബിൾ. ഇവിടെ ബിൽ റിസീവബിളിന് പകരം ഇവിടെ ബിൽ പേയബിൾ, ക്യാഷ് തന്നെയാണ്. കണ്ട, ഇതാണ് ക്രെഡിറ്ററുടെ ബുക്കിൽ എഴുതുക. ഇത് എപ്പോഴാണ് ഡെപ്റ്ററുടെ ബുക്കിൽ ഡ്രോയറും അക്സെപ്റ്റർ അല്ലെങ്കിൽ ഡ്രോയുടെയും ബുക്കിൽ വരുന്നതാണ് ഈ തന്നിരിക്കുന്നത്. ഇത് മെച്യൂരിറ്റി ഡേറ്റിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബില്ല് കളക്ഷന് കൊടുക്കുകയാണെങ്കിൽ ഡ്രോയറുടെ ബുക്കിൽ വരുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ ജേണൽ എൻട്രി പഴയ പോലെ തന്നെ സെയിൽ നടക്കുന്ന ജേണൽ എൻട്രി, ഇവിടെ പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി, ബില്ല് കിട്ടുന്ന ജേണൽ എൻട്രി, ബില്ല് കൊടുക്കുന്ന ജേണൽ എൻട്രി. ഈ മൂന്നാമത്തെ ജേണൽ എൻട്രിയിലാണ് ബിൽ ഫോർ കളക്ഷൻ്റെ ജേണൽ എൻട്രി വരുമ്പോൾ മാറുന്നത്. ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റ് ടു ബിൽ റിസീവബിൾ എന്നാകും. ഇവിടെ നോ എൻട്രി, കാരണം ഇയാൾ അറിയുന്നില്ല ഇയാൾ കൊണ്ടുപോയി ബില്ല് കളക്ഷൻ കൊടുക്കുന്നതെന്ന്. ബില്ല് കളക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ഡ്രോയറുടെ ബുക്കിനകത്ത് 3 ജേണൽ എൻട്രി തന്നെ വരത്തുള്ളൂ. ഇവിടെയാണ് 4 ജേണൽ എൻട്രി. ഡ്രോയറുടെ ബുക്കിൽ 4 ജേണൽ എൻട്രിയും ഡ്രോയുടെ ബുക്കിൽ അല്ലെങ്കിൽ അക്സെപ്റ്ററുടെ ബുക്കിലാണ് 3 ജേണൽ എൻട്രി വരത്തുള്ളൂ. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ ആണ് ഇവിടെ നാലാമത്തെ ജേണൽ എൻട്രി ആയിട്ട് വരിക. ഇത് ഇവിടെ എന്താണോ ജേണൽ എൻട്രി വന്നത് ഇതേ 3 ജേണൽ എൻട്രി തന്നെ ഇയാളുടെ ബുക്കിൽ ഇവിടെയും വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ കഴിഞ്ഞു. ഇനി ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രിയാണ് നമുക്ക് നോക്കേണ്ടത്. ബിൽ ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഡ്രോയറുടെ ബുക്കിലെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇതുപോലെ ആദ്യത്തെ ജേണൽ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. കണ്ട, രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. മൂന്നാമത്തെ ജേണൽ എൻട്രി മാറും. ബാങ്ക് അക്കൗണ്ട് അറ്റ് ഇവിടെ ഒരു ഡിസ്കൗണ്ട് കൂടെ കയറി വരും ഡെബിറ്റിൽ. ഓക്കെ, ടു ബിൽ റിസീവബിൾ. ഓക്കെ, ഇവിടെയാണെങ്കിൽ മൂന്നാമത്തെ ജേണൽ എൻട്രി എഴുതണ്ട. ഇവിടെ സാധാ ഈ കൊടുത്തുന്ന അതേ ജേണൽ എൻട്രീസ് തന്നെ ഇവിടെയും വരത്തുള്ളൂ. ഓക്കെ, 3 ജേണൽ എൻട്രി. ഈ അക്സെപ്റ്ററുടെ ബുക്കിൽ അങ്ങനെ മാറ്റമൊന്നും വരാറില്ല. അതാണ് 3 കേസിൽ.
ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബ്ലംസ് വേണം നോക്കാനായിട്ട്. പിന്നെ ഇത് എൻഡോഴ്സ്മെൻറ്റ് കൂടെ വരാം. എൻഡോഴ്സ്മെൻറ്റ് നമ്മളത് വേറൊരാൾക്ക് കൊടുക്കുമല്ലോ, വേറൊരു ക്രെഡിറ്റർക്ക് ഇത് കൊടുക്കുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ആദ്യ ജേർണൽ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. ഇയാളുടെ ബുക്കിൽ ഒരു മാറ്റമില്ല കേട്ടോ. ഇയാളുടെ ബുക്കിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ജേർണൽ എൻട്രി തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കേസിലും വരുന്നത്. ഇവിടെയാണെങ്കിൽ സെയിൽ നടക്കുന്ന ജേർണൽ എൻട്രി, ബില്ല് കിട്ടുന്ന ജേർണൽ എൻട്രി, ദെൻ ബില്ല് നമ്മൾ എൻഡോസ് ചെയ്യുമല്ലോ. എൻഡോസ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറയുന്നത് ഇവിടെ ബാങ്ക് എന്നുള്ളത് മാറി, ബാങ്കിൻ്റെ ഡിസ്കൗണ്ടൊക്കെ മാറി ഇവിടെ ക്രെഡിറ്റർ നമ്മൾ ആർക്കാണോ കൊടുത്ത അയാളുടെ പേരാണ് വരുന്നത്. ടു ബിൽ റിസീവബിൾ കണ്ടോ. ഈ ഡെപ്റ്ററാണ് അടുത്ത ജേർണൽ എൻട്രിയുടെ താഴെ വന്നിരിക്കുന്നത്. ഈ ജേർണൽ എൻട്രിയുടെ മുകളിൽ കിടക്കണതാണ് അടുത്ത ജേർണൽ എൻട്രിയുടെ താഴെ വരുന്നത് കണ്ടോ. അങ്ങനെ മുകളിലത്തെ സാധനം ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ് ഈ ഒരു ഡ്രോയറുടെ ബുക്കിൽ നമ്മൾ ചെയ്യുക. അങ്ങനെയൊക്കെ ടെക്നിക്കലി നമുക്ക് ആലോചിച്ചും ജേർണൽ എൻട്രീസ് കാണാതെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 കേസിലുള്ള ജേർണൽ എൻട്രികൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഇനി അതിൻ്റെ പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ.